അപ്പോൾ പാട്ട് തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അത് നമ്മൾ ലുലുവിലോട്ട് പോവാണ് കേട്ടോ. ചിലപ്പോൾ ഒരു പാട്ട് പാടോ? പാട് രസല്ലേ? നല്ല മഴ. സത്യം സത്യം ഇതു സത്യമേ സത്യം സത്യം ഇതു സത്യമേ ഒരു കുഴന്തേ പോലെ ഒരു വൈരം പോലെ തൂയ്മയാണ് എൻ സത്യം പുനിതമാനത് കണ്ണേ കനിയേ ഉനെ കൈവിട മാട്ടേ സത്യം സത്യം ഇതു സത്യമേ. അടിപൊളി. അങ്ങനെ നമ്മൾ ലുലുവിലെത്തിയിട്ടോ. നല്ല ബ്ലോക്കായിരുന്നു വരുന്ന വഴിക്കൊക്കെ. നമ്മുടെ എറണാകുളം ലുലുവിൻ്റെ അത്രയൊന്നും ഇല്ല എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നമുക്ക് അകത്ത് എന്നിട്ട് നോക്കാം കേട്ടോ. പാർക്കിങ് ഓപ്പൺ പാർക്കിംഗ് ആണ് കേട്ടോ. അതുപോലും കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ഹൈപ്പറിലൊന്നും ഒരു രക്ഷയില്ല. ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത് ഫൺചിയറുടെ ഉള്ളിലോട്ടാണ് കേട്ടോ. കാരണം അവിടെ കാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വരുമ്പോൾ കാണാറ്, നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിലൊക്കെ പോകുമ്പോൾ കിഡ്സിൻ്റെ പ്ലേ സ്റ്റേഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കൊന്നും കളിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ജസ്റ്റ് നമ്മൾക്ക് കാറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ എറണാകുളം ലുലുവിൽ എപ്പോഴും ഞങ്ങൾ പോയിട്ട് കാറ് ഇങ്ങനെ കളിക്കാറുണ്ട്. അത് പക്ഷേ കുറച്ചും കൂടി വലുതാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ പിള്ളേർ മാത്രം കളിക്കാനായിട്ടാണ് എപ്പോഴും ഹൈലൈറ്റ് മാളിലാവട്ടെ ഗോകുലം മാളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വന്നത്. അപ്പോൾ അതുണ്ടെന്ന് ഉറപ്പായിട്ടോ. ഫുഡ് കോർട്ടിൽ വന്നിട്ട് വിറ്റായിരുന്നു കേട്ടോ. കാരണം ഒട്ടും സീറ്റില്ല. ഇവിടെ ഇങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബാക്കിൽ പോയിട്ട് നിൽക്കില്ലേ, ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആളെന്നുള്ള രീതിയിൽ. അതുമാതിരി നമ്മളിങ്ങനെ ഒരാളുടെ ബാക്കിൽ പോയിട്ട് നിന്നിട്ടൊക്കെ ഉണ്ട് സീറ്റ് കിട്ടിയത്. അതിൻ്റെ അടുക്ക് ഒരാൾ വന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ട് ചെയർ എടുത്തുകൊണ്ടേ, എന്നിട്ട് പിന്നെ ഞാനായിട്ട് കച്ചറായി. ആ സമയത്ത് ഷെപ്പോ സാധനം ഓർഡർ ചെയ്യാനായിട്ടൊക്കെ പോയേക്കായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ചത് 2 റോളും പിന്നെ 2 ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ആണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല ഹെവി ആയി പോയിട്ടോ. മെയിൻലി നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചത്. പക്ഷെ ഞാനിതിൽ റോളിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാഷൻ സ്റ്റോറിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ലുലുവിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ചെറുതായി പോയ പോലെ എനിക്ക് തോന്നി. ഫുഡ് കോർട്ടൊക്കെ വളരെ ചെറുതാണ്. പക്ഷെ ചെറുതാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 8 ലിപ്സ്റ്റിക്ക് വാങ്ങാണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്ക്. പക്ഷേ ഏത് ട്രൈ ചെയ്തിട്ടും എൻ്റെ ലിപ്സിൽ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ അടുത്ത് ഉള്ളതും പിങ്കാണ്. അവിടെ ചെന്നിട്ട് ഏത് ഷെയ്ഡ് നോക്കുന്നു അതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ പിങ്ക്. നമ്മളിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ വരുന്നുണ്ട്, അതിൻ്റെ യഥാർത്ഥ കളർ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് പിങ്ക്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അവരും അതന്നെ ചോദിക്കുന്നു. അവരും എന്താ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ കളർ ബാർട്ട് ലിപ്സ്റ്റിക്ക് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് വാങ്ങാൻ പറ്റിയില്ല. ഷെയ്ഡ് കറക്റ്റ് കിട്ടാണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പിങ്ക് ഷെയ്ഡ് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സാണ്.
അതെന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ എന്തിട്ടിട്ടും പിങ്ക് ഷെയ്ഡ് തന്നെയായിരുന്നു എന്താണത്. അടുപ്പിച്ചുള്ള കോട്ട്സൊക്കെ ആണെങ്കിൽ അങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അടുപ്പിച്ചുള്ളതല്ല കേട്ടോ നോക്കിയത്, കുറച്ച് വ്യത്യാസമുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അവിടെയുള്ള കുട്ടികളും പലതും ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എന്നിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെപ്പൂനൊരു റിങ് വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരു ബ്ലാക്ക് സ്റ്റോൺ ഉള്ളതാണ് എനിക്കും ചെപ്പൂന് ഇഷ്ടം. പിന്നെ എനിക്ക് വൈറ്റ് സ്റ്റോൺ ഓക്കെയാണ്, പക്ഷേ അവനക്ക് ഇതുപോലെ വൈറ്റ് സ്റ്റോൺ ലേഡീസ് ഇടുന്നതാണ് എന്നുള്ളൊരിതാണ്. അപ്പോൾ പുള്ളിക്ക് ബ്ലാക്ക് സ്റ്റോൺ തന്നെയാണ് ഇഷ്ടം. എനിക്ക് ബ്ലാക്ക് സ്റ്റോൺ ഇഷ്ടമാണ്, പക്ഷേ ഈ വൈറ്റ് സ്റ്റോൺ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. പക്ഷേ പുള്ളിക്കിത് ലേഡീസ് ഇടുന്ന ടൈപ്പാണെന്നുള്ളൊരു ഇതാണ്. ബ്ലാക്ക് സ്റ്റോൺ ഉള്ളത് പല ടൈപ്പ് ഉണ്ടല്ലോ, പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരിക്കലും കിട്ടി, പക്ഷേ ആ ടൈമിൽ പുള്ളി ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. ആൾ കൂടെ ഇല്ലാതെ വാങ്ങാൻ പറ്റില്ലല്ലോ റിങ്ങൊക്കെ. ഈ റിങ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വൈറ്റ് സ്റ്റോണാണ്, പക്ഷേ അത് ക്യാമറയിൽ അത്ര നന്നായിട്ട് കിട്ടുന്നില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇറങ്ങി കേട്ടോ. കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും കുറേ സമയം എടുക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. ഹൈപ്പറിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും, പക്ഷേ എന്താ പറയുക, ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ ക്യൂ നിന്ന് അത്രയും വെയിറ്റ് ചെയ്തിട്ട് വാങ്ങാനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇൻഷാല്ലാ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരികയാണെങ്കിൽ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് സ്ഥിരം പല്ലവി കാറ് കാണുന്നില്ല. കാറ് വെച്ച സ്ഥലം മറന്നുപോയി. എപ്പോഴും വിചാരിക്കും ലൊക്കേഷൻ ഇട്ട് വെക്കണമെന്ന്. അപ്പോൾ ഇറങ്ങാൻ നേരത്തും കൂടി ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നടന്നിട്ടാണ് ശരിക്കും അരമണിക്കൂർ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും നടന്ന്, എന്നിട്ടാണ് ലാസ്റ്റ് കാറ് കിട്ടിയതിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.